ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചക്കേൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ചക്ക എന്ന് വെച്ചാൽ വെറൈറ്റി ചക്കയാണ്. ഇതാണ് ചക്കര ചക്ക എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ചക്കര ചക്ക എന്ന് പറഞ്ഞാൽ ഇത്രയേ വലുതാവുള്ളൂ കേട്ടോ. ഒരുപാട് വലുതാവും. നമ്മൾ സാധാ ചക്കയെ പോലെ ഒരുപാട് വലുതാവില്ല കേട്ടോ ഈ ചക്ക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സാധാ ചക്ക എന്ന് വെച്ചാൽ പുറത്ത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക സൂചി പോലെ ഇങ്ങനെ കുത്തായിട്ടുള്ള ആ ഒരു ഇതുണ്ടായിരിക്കും. അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ കുത്തും. പക്ഷേ ഇത് അങ്ങനെ ഒന്നല്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്ക കട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുൻപ് തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വിളഞ്ഞീനുണ്ട് കേട്ടോ. കാണില്ലെങ്കിൽ സംഭവം നല്ല വിളഞ്ഞീനുണ്ട്, കയ്യിലൊക്കെ നല്ല ആവും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ കയ്യിൽ പുരട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചക്ക കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഈ ചക്കയാണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയിട്ടും ഇത് റെഡിയായി കിട്ടുന്നില്ല കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ഉറപ്പുണ്ട് കേട്ടോ ഈ ചക്കയ്ക്ക്. കുറേ സമയം വെച്ചിട്ടാണ് ഞാൻ ഈ ചക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചക്ക കട്ട് ചെയ്തു. ചക്കൻ്റെ ഉൾവശമാണ് കേട്ടത്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കുരുവൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഈ ചക്കയ്ക്ക് നമ്മുടെ ഈ ഒരു ചക്ക ൻ്റെ ആ ഒരു കുരുവാണ് ഏറ്റവും കൂടുതൽ വണ്ണം കൂടുതലും അതുപോലെ നന്നായിട്ട് വലുപ്പം തോന്നിയിട്ടുള്ളത് കേട്ടോ. ചക്ക ചെറുതായിട്ട് കനല്ലാണ്ട് വലിയൊരിത് ഇല്ല, ഉഷാറില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്ക കഴിക്കാൻ. പിന്നെ മൂത്തിട്ടുണ്ടെങ്കിലും ഈ ചക്കൻ്റെ ഈ ഒരു മടൽ മാത്രം നമ്മൾ ചെത്തി കളഞ്ഞാൽ മതിട്ട്. ഞാൻ തോരൻ വെക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് സാധാ മറ്റേ രീതിയിൽ കഴിക്കാൻ പറ്റില്ല, കാരണം മൂത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനുള്ളൊരു ഇതായിട്ടില്ല. ഇത് കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കണ്ടില്ലെങ്കിൽ കത്തിമലൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷെ കാണുമ്പോൾ ഇതിന് ആ ഒരു പശ ഇല്ല. പക്ഷേ നമ്മൾ കയ്യിലും കത്തിയിലൊക്കെ നന്നായിട്ട് അതിൻ്റെ വിളഞ്ഞീന്ന് നന്നായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മടലിനൊക്കെ നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്യുന്ന സമയത്തിന് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ഉറപ്പുള്ളൊരു സംഭവം ഈ ചക്ക കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ചക്കയും കൂടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കൂടുതൽ വലുതായിട്ട് ഈ സംഭവം വലുതാവില്ല, ഈ ചക്ക അങ്ങനെ വലുതാവില്ല. പിന്നെ ഞാനിതൊക്കെ കട്ട് ചെയ്തു ചെറുതായിട്ട് ഇങ്ങനെ 4-5 പീസാക്കി എടുത്തതിന് ശേഷം എനിക്ക് കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും നല്ല ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കട്ടിങ് കലമ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ്. കാരണം അത്രയും ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ കേട്ടോ ആക്കാൻ പറ്റിയത്. ഇങ്ങനെ എന്താ പറയുക, ചക്ക തോരൻ വെച്ചിട്ട് കഴിച്ചിട്ട് നമ്മൾ ഇടിച്ചക്ക, മറ്റേ നമ്മൾ സാധാ ചക്ക ഇടിച്ചക്ക ഈ പ്രായത്തിലൊക്കെ നമ്മളുണ്ടാക്കി ഇടിച്ചക്ക ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ചക്കര ചക്ക പറഞ്ഞാൽ നമ്മളിത് ഏകദേശം പഴുക്കാനായിട്ടുണ്ട് കേട്ടോ, നന്നായി മൂത്തിട്ടുണ്ട്. പക്ഷേ ഇടിച്ചക്ക നമ്മൾ കുഞ്ഞിലാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്തെടുത്തത് കുക്കറിൽ, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, അത് വിട്ട് പോയി. കുക്കറിലിട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ചക്കക്കുരു ഉണ്ടല്ലോ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചത്. നന്നായിട്ട് ഒന്ന് വേവിച്ച്, ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. ചക്കയാണ് വെച്ചിട്ട് ഒരുപാട് വേവൊന്നുമില്ല. ഒരു 2 വിസിൽ വന്നതിൻ്റെ ശേഷം അത് ഞാൻ ഓഫ് ചെയ്തു. നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ. പിന്നെ ഞാൻ ഇനി നമ്മൾക്കിത് വറവിട്ടിട്ട് വേണമല്ലോ കഴിക്കണമെങ്കിൽ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് കടുകൊക്കെ ഇട്ട് നമുക്ക് വറ്റൽ മുളകും മറ്റേ നമ്മുടെ സാദാ മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. സാദാ മുളക് നമ്മൾ എപ്പോൾ ഇടിച്ചക്ക നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും സാദാ മുളക്, പച്ചമുളക് നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മൾ കൂടുതൽ വറ്റൽ മുളക് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കടുക് ഇട്ടതിന് ശേഷം ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനത് പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി കേട്ടോ, ഫോണും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ കുക്കറിലുണ്ടായിരുന്ന ചക്ക ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ.
ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചക്ക കിട്ടിയില്ലെങ്കിൽ സാധാ ചക്ക ഇടിച്ചക്ക കിട്ടിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായിരുന്നു. പക്ഷേ എനിക്കത് വോയിസ് ഓവറൊക്കെ കൊടുത്തു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോമ്പിനാണ് ചക്ക ഉണ്ടാക്കി കഴിക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോസുമായിട്ട് വരുന്നേക്കും. ടാറ്റാ ബൈ ബൈ.